The boy comes home. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെമിസ്റ്റർ 1 അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് കോമൺ ഇംഗ്ലീഷ് കോഴ്സിൽ പേൾസ് ഫ്രം ദ ഡീപ്പ് എന്ന പുസ്തകത്തിൽ നിന്നും പഠിക്കുവാനുള്ള ഒരു നാടകമാണല്ലോ ഇത്. CMS കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തയ്യാറാക്കിയ ഒരു നാടക ആവിഷ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് സഹായകരമായ വിധത്തിലുള്ള ഒരു സ്റ്റഡി വിത്ത് സപ്പോർട്ട് മെറ്റീരിയലാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. ഈ നാടകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുക. 4 വർഷം നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം 1918 അവസാനിക്കും. ആ സമയത്ത് ഫ്രാൻസിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം ഇംഗ്ലണ്ടിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഫിലിപ്പിനോടൊപ്പം മറ്റ് കഥാപാത്രങ്ങൾ ഫിലിപ്പിന്റെ അങ്കിൾ ജെയിംസ്, ഫിലിപ്പിന്റെ പിതാവിന്റെ സഹോദരനാണ് ജെയിംസ്, ജെയിംസിന്റെ ഭാര്യ ആന്റ് എമിലി, ആ വീട്ടിലെ വിവിധ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹൗസ് മെയ്ഡ് മേരി, വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യുന്ന കുക്ക് മിസസ് ഹിഗിൻസ്. ഈ കഥ നാടകം കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായകരമായ വിധത്തിൽ 4 ഭാഗങ്ങളായി ഇത് തിരിച്ചിരിക്കുകയാണ്. ഈ ഒരു ലെക്ചർ ഫയലിൽ ആദ്യത്തെ 2 സെക്ഷൻസ് ആയിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുക. CMS കോളേജിന്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ ഇതിനോട് ചേർന്ന് ഓരോ സെക്ഷൻസ് ആയിട്ട് തന്നെ കാണുന്നത് സഹായകരമായിരിക്കും. ഓരോ സെക്ഷന്റെയും ടൈം ബാറിലെ ഇൻഡിക്കേറ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളെ ക്ലാസ് മുമ്പോട്ട് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണുവാൻ സാധിക്കും. സെക്ഷൻ 1 നമ്മൾ പ്രവേശിക്കുകയാണ്. യുദ്ധത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ഫിലിപ്പ് രാത്രി വളരെ വൈകിയാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റതും താമസിച്ചു. ഏകദേശം 10 മണിയോടടുത്ത് വീട്ടിലെ സൽക്കാരമുറിയിലെത്തുന്ന ഫിലിപ്പ് തനിക്ക് ആഹാരം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുവാൻ വീട്ടിലെ ഹൗസ് മെയ്ഡിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ബെല്ലടിക്കുന്നു. ബെല്ലിന്റെ ശബ്ദം കേട്ട് എത്തിയ മേരി ഫിലിപ്പിന്റെ ആവശ്യം മനസ്സിലാക്കുന്നു. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിക്കാണ് എന്ന വീട്ടിലെ പഴയ ചട്ടം മേരി ഫിലിപ്പിനെ ഓർമ്മിക്കുന്നു. ഫിലിപ്പ് വിട്ടുകൊടുക്കുന്നില്ല. തനിക്ക് ആഹാരം ആവശ്യമാണ് എന്ന് അധികാരപൂർവം നിർബന്ധപൂർവം മേരിയോട് പറയും. ഫിലിപ്പിനോട് തർക്കിക്കുവാൻ സാധ്യമല്ല എന്നറിഞ്ഞ മേരി അകത്തേക്ക് പോകുമ്പോഴും പറയുന്നത്, മിസസ് ഹിഗിൻസ്, വീട്ടിലെ കുക്ക്, ഇത് കേട്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? എനിക്കത് അറിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് മേരി അകത്തേക്ക് പോകും. മേരി അകത്തേക്ക് പോയ ശേഷം അവിടെ വരുന്ന ആന്റ് എമിലി ഫിലിപ്പിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഫിലിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് ആന്റ് എമിലി അറിയുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വൈകിയത് എന്ത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ആന്റ് എമിലി ചോദിക്കുകയാണ്. എന്നാൽ താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന വിവരം ആന്റ് എമിലിയോട് ഫിലിപ്പ് പറയുന്നു. എമിലിയുമായുള്ള വളരെ സന്തോഷകരമായ ഒരു സംഭാഷണം. ഇതിനിടയ്ക്ക് തന്റെ അങ്കിളിനോട് പൊരുത്തപ്പെട്ടു പോകുവാനുള്ള പ്രയാസമൊക്കെയും ഫിലിപ്പ് പറയുന്നുണ്ട്. ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ തന്നെ മേരി അവിടേക്ക് വരുന്നു. ആന്റ് എമിലിയോട് പറയുന്നു, മിസസ് ഹിഗിൻസിന് നിങ്ങളെ കാണണം. അത് കേട്ട ഉടനെ എഴുന്നേറ്റ് അകത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ആന്റ് എമിലിയെ ഫിലിപ്പ് അവിടെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് മേരിയോട് പറയുന്നു, മിസസ് ഹിഗിൻസിനോട് എന്നെ വന്ന് കാണുവാൻ പറയും. ഫിലിപ്പിന്റെ മൂർച്ചയുള്ള വാക്കുകൾ കേട്ട് വീണ്ടും മേരി അകത്തേക്ക് പോവുകയാണ്. ആന്റ് എമിലിയെ
തുടർന്നുള്ള സംഭാഷണത്തിലാണ് മനസ്സിലാക്കുന്നത് ഫിലിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. മേരിയോട് ആവശ്യപ്പെട്ടിട്ട് മേരി അകത്ത് പോയി പറഞ്ഞതാണ് മിസ്സസ് ഹിഗിൻസിനോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാൻ. ഫിലിപ്പിന്റെ ആവശ്യമനുസരിച്ചാണ് ഇപ്പോൾ മിസ്സസ് ഹിഗിൻസ് ഓണ്ട് എമിലിയെ കാണണം എന്ന് പറഞ്ഞത്. ഇത് ഓണ്ട് എമിലിക്ക് അല്പം ഞെട്ടലുളവാക്കിയ ഒരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല എന്ന് തന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഓണ്ട് എമിലി ചോദിക്കുന്നു. ഓണ്ട് എമിലിയുടെ വാക്കുകളിലും വരുന്ന ഒരു കാര്യം, മിസ്സസ് ഹിഗിൻസ് ഇത് കേട്ടാൽ എന്ത് പറയും? ഫിലിപ്പിനത് അല്പം രസവും അല്പം ദേഷ്യവും ഒക്കെ ഉളവാക്കുന്ന കാര്യമാണ്. മിസ്സസ് ഹിഗിൻസ് എന്ത് പറയും എന്ന് ആർക്കും അറിയത്തില്ല, എന്നാൽ അത് തന്നെ ഒന്ന് അറിയണമല്ലോ എന്നാണ് ഫിലിപ്പ് പറയുന്നത്. ഓണ്ട് എമിലി എഴുന്നേറ്റ് പോകുവാനായിട്ട് ശ്രമിക്കുന്നു മിസ്സസ് ഹിഗിൻസിനെ കാണുവാൻ. പക്ഷേ ഫിലിപ്പ് അനുവദിക്കുന്നു. അല്പം കഴിഞ്ഞ് മിസ്സസ് ഹിഗിൻസ് അവിടേക്ക് വരുന്നു. വളരെ ദേഷ്യത്തിൽ തന്നെ എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഉൾപ്പെടുത്തിയത്, ഈ വീട്ടിലെ സാഹചര്യങ്ങൾക്ക് എന്ത് പറ്റി എന്നൊക്കെയുള്ള പുറവെറുപ്പിലോടുകൂടിയാണ് മിസ്സസ് ഹിഗിൻസ് വരുന്നത്. ഫിലിപ്പിന്റെ ആവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ മിസ്സസ് ഹിഗിൻസ് പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് തന്നെയാണ് ഈ വീട്ടിൽ. എനിക്ക് തിരിച്ചൊരു ഓർഡർ കിട്ടുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫിലിപ്പ് പറയുന്നു ഇപ്പോൾ ഞാൻ ഓർഡർ തന്നിരിക്കുന്നു, 8 മണിക്ക് അല്ല, എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം. അങ്ങനെ ഫിലിപ്പ് ഓർഡർ തരികയാണെങ്കിൽ അത് സ്വീകരിക്കുവാൻ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ഓർഡർ എടുക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന രീതിയിൽ മിസ്സസ് ഹിഗിൻസ് പ്രതികരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താൻ ഈ ജോലി വിട്ടു പോവുകയാണ്, ഇപ്പോൾ തന്നെ നോട്ടീസ് നൽകി പോവുകയാണ് എന്ന് മിസ്സസ് ഹിഗിൻസ് പറയുന്നു. അത് കേട്ട് ഫിലിപ്പ് മിസ്സസ് ഹിഗിൻസിന്റെ നേരെ ആക്രോശിക്കുകയാണ്. ഞാനിപ്പോൾ ഓർഡർ തന്നിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ പോകുന്നുവെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ഫിലിപ്പ് മിസ്സസ് ഹിഗിൻസിനുള്ള ശമ്പളം എഴുതിയ ഒരു ചെക്ക് അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അതോടെ മിസ്സസ് ഹിഗിൻസ് തണുക്കുന്നു. ഇങ്ങനെയൊരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചതല്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് തരുവാൻ എന്നോട് ഇപ്പം മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ, ഡീസന്റ് ആയിട്ട് ചോദിച്ചാൽ എനിക്കത് തരാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സസ് ഹിഗിൻസ് അകത്തേക്ക് പോകുന്നു. ഇത്രയുമൊക്കെ ഉള്ളൂ മിസ്സസ് ഹിഗിൻസ് എന്നതാണ് ഫിലിപ്പ് ഓണ്ട് എമിലിയോട് ചോദിക്കുന്ന ചോദ്യം. സെക്ഷൻ ഭക്ഷണം കഴിക്കുവാനായി ഫിലിപ്പ് അകത്തേക്ക് പോയി. ഓണ്ട് എമിലി തന്റെ സാധാരണ രീതിയിൽ ആ മുറിയൊക്കെയും ഒന്ന് വെടിപ്പാക്കി വെക്കുകയാണ്. ഈ സമയത്താണ് അങ്കിൾ ജെയിംസ് അവിടേക്ക് എത്തുന്നത്. ഫിലിപ്പ് എത്തിയിട്ടില്ല എന്ന് കണ്ട അങ്കിൾ ജെയിംസ് വളരെ ദേഷ്യപ്പെടുന്നു. തന്റെ സമയം കളയുകയാണ്. താൻ ഓഫീസിൽ നിന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ, ഓഫീസിൽ പോകാതെ ഈ സമയം എടുത്തിരിക്കുന്നത് തന്നെ ഫിലിപ്പിനോട് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ 10 മണിയായി, 10 മണി കഴിഞ്ഞു, എന്നിട്ടും ഫിലിപ്പ് എന്തിയെ എന്ന് അങ്കിൾ ജെയിംസ് ചോദിക്കുന്നു. ഫിലിപ്പ് പല കാര്യങ്ങളും പഠിക്കുവാനായിട്ടുണ്ട്. യുദ്ധത്തിൽ പോയി എന്നത് ഒരു ന്യായീകരണമൊന്നുമല്ല. യുദ്ധത്തിൽ പോയവർക്ക് കുറച്ചുകൂടെ ചിട്ടയൊക്കെ വേണ്ടേ? ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് എമിലിയുടെ നേരെ ജെയിംസ് ദേഷ്യപ്പെടുകയാണ്. ഇതെല്ലാം കേട്ട് ജെയിംസിന്റെ പരുക്കൻ സ്വഭാവം അറിയാവുന്ന എമിലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ പ്രയോജനമില്ല എന്നറിയാം. ഒരു കാര്യം മാത്രമാണ് മേരിക്ക് പറയുവാനുള്ളത്. ഫിലിപ്പിനോട് സംസാരിക്കുമ്പോൾ അവന്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം, അവനെ അംഗീകരിക്കണം. ജെയിംസ് പറയുന്നു, ഞാൻ വളരെ ന്യായമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതല്ല ആണ്ട് എമിലി ഉദ്ദേശിച്ചത്. ഫിലിപ്പ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തതാണ്. അവൻ വളർച്ചയെത്തിയ ഒരാളാണ്, പഴയ ഒരു കൊച്ചുകുട്ടിയല്ല. ഏതായാലും ഫിലിപ്പ് വരുന്നവരെ അങ്കിൾ ജെയിംസ് അവിടെ ഇരിക്കുക, പത്രമൊക്കെ വായിക്കുക.
അങ്കിൾ ജെയിംസിന് അത് തൃപ്തികരമായ ഒരു കാര്യമല്ല. കാരണം രാവിലെ സമയം കളയുന്നു, രാവിലെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നുമുണ്ട്. ഏതായാലും മേരിയുടെ വാക്കുകൾ അങ്കിൾ ജെയിംസ് കേട്ട് അവിടെ ഇരിക്കുകയാണ്. ഫിലിപ്പിനെ കാത്തുനിന്ന് രാവിലത്തെ ആ ഒരവസ്ഥയിൽ അങ്കിൾ ജെയിംസ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു.